എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഹെയർ ടിപ്സ് ആണ്. അതായത് ഹെയർ ഡൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ ഒരുപാട് ഹെയർ ഡൈയുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും പറഞ്ഞിട്ട് അലർജിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. ചേച്ചി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്ത് മൈലാഞ്ചിപ്പൊടി വേണ്ട, നീലാമ്പരി വേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ. ഇത് രണ്ടുമാണ് എനിക്കൊരുക്കും അലർജി ആയിട്ടുള്ളത്. കൂടുതലും നീലാമ്പരിയാണ്, എല്ലാവർക്കും അലർജിയാണ്, അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ. ചേച്ചി എനിക്കിത് പറ്റത്തില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. വേറെ എവിടെയെങ്കിലും അതിന് എന്തെങ്കിലും ഇതൊന്നും അല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനം ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചിറക്കും. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഇത്. അപ്പം ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ഇലകളായിരിക്കും അതിൽ ചേർക്കുന്നത്. അല്ലാതെ വാടിയും കരിഞ്ഞതും ഒന്നും ചേർക്കരുത്. ചേർത്താൽ അതിന് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന പോലെ തന്നെ ചേർക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ എല്ലാം ചെയ്യുകയും ചെയ്യണം, എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ മുടി നല്ലപോലെ ഷാമ്പൂ ഇട്ട് കഴുകുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഉള്ളൂ നമ്മൾ ഈ ചെയ്യുന്ന പായ്ക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ ഡൈ എന്ന് പറയുന്നത് അതിനകത്ത് ചേർക്കുന്ന പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ വെറ്റിലയാണ്. വെറ്റില എന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കാനൊക്കെ എടുക്കുന്ന വെറ്റിലയില്ലേ, ദക്ഷിണ കൊടുക്കുന്ന വെറ്റില, ആ വെറ്റിലയാണ് എടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റില കിട്ടണം. വാടി ഉണങ്ങിയതൊന്നും എടുക്കരുത്, എടുത്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം. അപ്പം അതും ഒക്കെ ചേർത്ത് ബാക്കി എന്നതൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അത് നമ്മൾ ഈ കെമിക്കൽ ഡൈ ചെയ്യുന്നവർക്കാണ് കൂടുതൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ അങ്ങനെ കെമിക്കൽ ഡൈ ഒരുപാട് ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഹെന്നയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഞാനിപ്പം തലയിൽ അത് പുരട്ടി വാഷ് ചെയ്തതിന് ശേഷമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇപ്പം തന്നെ കണ്ടോ. എൻ്റെ ഇവിടെ എല്ലാം നരയുണ്ടായിരുന്നു. ഇവിടെ എല്ലാം നമുക്ക് സാധാരണ എനിക്ക് കൂടുതൽ ഇവിടെ കേട്ടോ, ഇവിടെ രണ്ടിടത്തുമാണ് എനിക്ക് നര ആദ്യമേ വരുന്നത്. അതുകൊണ്ട് അവിടെയാണ് ഞാൻ പുരട്ടി അവിടുത്തെ ഇത് മുടി കറുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന് ഞാൻ ഈ കെമിക്കൽ അധികം ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എൻ്റെ മുടിയിൽ ഇത് പിടിക്കുന്നത്. കെമിക്കലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയിലിട്ട് പെട്ടെന്ന് ഇത് കയറി പിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യങ്ങളാണ്. യാതൊരു സാധനങ്ങളും അലർജിയുടെ അതിനകത്ത് ചേർന്നിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അതിനകത്ത് എന്നൊക്കെയാണ് ചേർക്കേണ്ടതെന്നും എന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ഞാൻ തല പുരട്ടിയിട്ട് മുടി കഴുകിയിട്ട് കാണിച്ചില്ല എന്നാരും പറയില്ല. ഞാൻ മുടിയൊക്കെ കഴുകിയേച്ചാണ് ഇപ്പോൾ വന്ന് ഇൻട്രോ പറയാണ്ടിരിക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതെല്ലാം പുരട്ടിയതിന് ശേഷം തലമുടി കഴിയതിന് ശേഷം വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്, ഒരു പ്രാവശ്യം ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളതൊന്നും കൂടെ ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഈ ആദ്യമായിട്ടൊക്കെ നരയൊക്കെ തുടങ്ങി വരുന്നവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അവർക്കതിന് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാത്തവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. അപ്പം നമ്മുടെ ഹെയർ ഡേക്കുള്ള സംഭവമൊക്കെ ഞാൻ തലേ ദിവസമേ നമുക്ക് റെഡിയാക്കി വെക്കണം കേട്ടോ. അതല്ല ഇപ്പം നമ്മൾ രാവിലെ ചെയ്താൽ ഒരു കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ രാവിലെ നമ്മളത് ചെയ്യാൻ താമസം, നമുക്ക് വീഡിയോ അന്നേരത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് താമസം വരും. അതുകൊണ്ട് ഞാൻ തലേ ദിവസമേ ഇത് ഒന്ന് സെറ്റാക്കി വെക്കുവാണേ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്ന എന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ വെറ്റില്, ഇതുണ്ടോ വെറ്റിലയാണ്. ഇത് നമ്മുടെ ദിവാസിലൊക്കെ അവിടെ ഇഷ്ടംപോലെ വെറ്റിലയുണ്ട് കേട്ടോ. അത് കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റിലയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ്സിന് ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഒത്തിരി വേണ്ട, ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അത് ആ സൗണ്ട് കേട്ടോ. ഒത്തിരി തലയിൽ തേക്കാനായിട്ട് വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ ഈ വെറ്റില തന്നെയാണ് നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. അതിനും ഇതിനകത്ത് വേറെ സംഭവങ്ങളൊക്കെ ചേർക്കണം. ഇതെന്നൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാം വീഡിയോയിലൂടെ. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്കൊരു ഇതുപോലത്തെ ഒരു സ്പൂൺ, ഇതിപ്പോൾ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തേയിലപ്പൊടിയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1.5 സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർക്കുന്നത്. നല്ലപോലെ ഇതൊന്ന് തിളച്ച് കടുപ്പം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്കിനി
ചേർക്കേണ്ടതൊക്കെ പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടല്ലോ, വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തപ്പം അതിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയി കേട്ടോ. പക്ഷേ ഞാൻ കമൻറ്റ് ഇട്ടപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കി കമൻറ്റ് ഇടുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ. സോറി, അവരോടൊക്കെ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കുക. പിന്നെയാണ് ഞാൻ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് വീഡിയോ ഞാൻ ചേട്ടൻ്റെ ഫോണിൽ കയറി നോക്കി അതിനകത്ത് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് കാണുന്നത് ആ ഭാഗം. സോറി കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നതല്ലായിരുന്നു. ഒന്നാമെന്ന് വെച്ചാൽ ധൃതി വെച്ചായിരുന്നു, അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്. അപ്പം ഞാനത് വീഡിയോ ചെയ്തിട്ട് ഇനി ഞാൻ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ജെല്ല് തീരുമ്പം വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഒന്നും കൂടെ ആ വീഡിയോ ഇടാം കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. അപ്പം നമ്മുടെ ഇത് കണ്ടോ, കട്ടൻ ചായ നല്ലപോലെ ഒന്ന് തിളച്ച് ഇതുണ്ടോ, നല്ല കടും കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വെറ്റില, ഞാനൊരു 3 വെറ്റിലയാണ് എടുത്തേക്കുന്നത്. ആ 3 വെറ്റില അതിലേക്കിട്ട് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കണേ. ഞാൻ ഇത് പറിച്ച് വെച്ചിരുന്ന കറിവേപ്പിലയായിരുന്നു, എന്നാലും അത് അത്ര ഉണങ്ങിയതൊന്നുമല്ല, പച്ചയാണ് കേട്ടോ. പച്ച കറിവേപ്പിലയാണ് നമുക്ക് ചേർക്കാനായിട്ട്. ഞാൻ ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കി വെച്ചേക്കുമായിരുന്നു. ഇനി ഇത് നല്ലപോലെ ഇതൊന്ന് തിളച്ച് ആ ഇലയൊന്ന് വേകട്ടെ. ഇന്നത്തേക്ക് ഇത് ഇച്ചിരി ഒന്ന് കുറുകും കേട്ടോ. ഇത് ഇച്ചിരി ഒന്ന് കുറുകി കിട്ടും നമുക്ക് അന്നേരത്തേക്ക്. ഇതിപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ മുടിയെ കൂടുതൽ പറ്റണമെങ്കിൽ കൂടുതൽ വെള്ളം എടുക്കണം കേട്ടോ. അന്നേരം ഇലയും നമ്മൾ കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒത്തിരി തല പറ്റണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നമ്മൾ ഇലയും കൂടെ എടുക്കണം. കറിവേപ്പില എടുക്കണം, വെള്ളവും എടുക്കണം. പിന്നെ ഇതിപ്പോൾ 3 തണ്ട് കറിവേപ്പില ഇതിനകത്ത് എടുത്തിട്ടുള്ളേ. ഇതൊന്ന് തിളച്ചൊന്നൊരു ഇച്ചിരി ഒന്ന് കുറിയിക്കോട്ടെ. ഇതിപ്പോൾ നല്ലപോലെ ഇതുണ്ടോ, അത് ഇച്ചിരി ഒന്ന് കുറുകി കേട്ടോ. നമ്മൾ ആ വെച്ച വെള്ളം ഇച്ചിരി കുറുകി നല്ലപോലെ വെന്തു. ഇനി ഇതൊന്ന് ആറാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിത് കുറച്ച് പരിപാടികളുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. നമ്മൾ ആ ഒരു 3/4 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചത് ഒരു അര ഗ്ലാസോളം ആയിട്ടുണ്ട്. 1/4 ഗ്ലാസ്സിൽ താഴെയുണ്ട് ഇത്. ഇതുണ്ട്, ഈ ഇലയിലോട്ട് ഈ വെള്ളം പിടിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. ഇത് നല്ലപോലെ അരച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ജാറ് കഴുകി ഒരു ശകലം വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി, നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചാണ് നമുക്ക് നെല്ലിക്കാപ്പൊടിയൊക്കെ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി മതി. കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടി എടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടെ നമ്മൾ തേയില വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നില്ലേ, വെറ്റിലയും പിന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരഞ്ഞ് കിട്ടും. കൊച്ചു ജാറിനകത്തിട്ട് അരച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇരുമ്പ് പാത്രത്തിൽ ചെയ്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് കറുപ്പ് കളറ് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ളൂ. ഇനി ഇരുമ്പ് പാത്രം ഇല്ലാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട, ഒരു ഇരുമ്പാണി അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറുക്കട്ടെ. കരി സ്പൂണാണ്. അപ്പം ഞാൻ ഈ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാനിത് ഒന്ന് കുറുക്കിയെടുക്കട്ടെ. ഇപ്പം ഇത് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് എടുത്തപ്പോൾ ഒരു കാപ്പിപ്പൊടി കളർ പോലത്തെ കളറായിരുന്നു കേട്ടോ. ആ കളറൊക്കെ മാറി കറുപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇത്രയും കുറുകിയാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കുറുക്കരുത്. കുറുക്കിയതിനകത്തിരുന്ന് ഇനി ഇത് പറ്റി കഴിയുമ്പോൾ നമ്മുടെ തല പറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് കുറുക്കിയെടുക്കണ്ട. ഈ ഒരു തിക്നെസ് മതി ഇതിന്. പിന്നെ ഇതിനകത്ത് ഇച്ചിരിയും കൂടി ഒന്ന്
കുറുകി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് വീണ്ടും ആ ഒരു കറക്റ്റ് നമ്മുടെ തലയിൽ പറ്റാനുള്ള ആ ഒരു ഇതിലായിട്ട് അതുപോലൊരു അങ്ങനെ ജെല്ലായിട്ട് കിട്ടും കേട്ടോ. കാര്യം ആ ഒരു തിക്നെസ് ആയിട്ട് കിട്ടും. അപ്പം ഇത് ഇനി ഒന്ന് ആറിക്കഴിച്ച് നാളെ രാവിലെ ഞാനിതെടുക്കത്തുള്ളൂ. ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പം തന്നെ കറുപ്പായി തുടങ്ങി. ഇതിവിടെ ഇനി ഇരിക്കട്ടെ, രാവിലെ നമുക്ക് എടുക്കാവേ. രാവിലെ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല, ഒരു 8 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തല പറ്റുന്നതിൻ്റെ ആ ഒരു കറുപ്പ് കളർ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു 8 മണിക്കൂറെങ്കിലും ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ വൈകിട്ട് ചെയ്ത് വെച്ചേക്കാമെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി രാവിലെ കാണാം. അപ്പം നമുക്ക് ഇന്നലെ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഡൈ ഇത് കണ്ടോ, നല്ല കറുപ്പായിട്ടുണ്ട്. ഇങ്ങനെ ഇരുമ്പ് പാത്രത്തിൽ വെച്ചാൽ ഇത് കറുപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചാൽ ഇത്രയും കറുപ്പായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ തേച്ചായിട്ട് റിസൾട്ട് വരത്തുമില്ല. പിന്നെ അണിയിട്ട് ചെയ്ത് നോക്ക് എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ശരി, ഇതുപോലൊരു ഇരുമ്പ് പാത്രമാണെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല കറുപ്പ് കിട്ടും കണ്ടോ. നല്ലപോലെ കറുപ്പ് കണ്ടോ, നല്ല ഇതായിട്ട് കിട്ടും. അപ്പം എൻ്റെ മുടിയിൽ ഇപ്പോൾ ഇതുണ്ടോ ചെറുതായിട്ടുള്ളതിൻ്റെ കൂടെ കണ്ടോ, ഇങ്ങനെയേ ഉള്ളൂ. ഒത്തിരി നര ഇതല്ല. ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ നമ്മുടെ ഹെന്നയും നീലാമ്പരിയൊക്കെ ആയിട്ടുള്ള പാക്ക് ഇട്ടതുകൊണ്ട് വലിയ നരയായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ചെയ്ത് ഞാൻ തല പുരട്ടി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തല പുരട്ടി തന്നെ കാണിക്കുന്നത്. നമുക്ക് ഹെന്നയൊക്കെ അലർജി ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പുരട്ടി കാണിക്കുക. ഒത്തിരി പേരുണ്ടെന്ന് ചോദിച്ചായിരുന്നു ഹെന്ന നീലാമ്പരി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം നമുക്ക് ഇത് ഞാൻ എൻ്റെ മുടിയെ എനിക്ക് ഇത്രയും ഭാഗത്ത് മാത്രമേ പുരട്ടുന്നുള്ളേ. ഒത്തിരി അങ്ങ് ലൂസാക്കരുത്. ഇതുപോലെ നമുക്ക് എടുത്ത് പുരട്ടാവുന്ന രീതിക്ക് വേണം. ഇപ്പം ഇതുപോലുള്ള ബ്രഷ് നമുക്ക് ലേഡീസ് സെൻറ്ററിൽ മേടിക്കാൻ കിട്ടും. എന്നോടൊന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഈ ബ്രഷ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ. ഇത് ലേഡീസ് സെൻറ്ററിൽ മേടിക്കാൻ കിട്ടും. നമ്മൾ പറഞ്ഞാൽ മതി ഹെയർ കളർ ചെയ്യുന്ന ബ്രഷ് അല്ലെങ്കിൽ ഡൈ ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ എനിക്കൊന്ന് ഇങ്ങനത്തെ അല്ലാത്ത സൈസുണ്ട്, ചീപ്പും ഇതും ബ്രഷും കൂടെ ചേർന്നുണ്ട് കേട്ടോ. ചീപ്പ് കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ പറ്റിയ ശേഷം ചീപ്പ് കൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സൈസുണ്ട്. അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് കുറേ നാളായതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോഴിറങ്ങുന്ന ഞാൻ കണ്ടു. ഇടയ്ക്ക് ലേഡീസ് സെൻറ്ററിൽ ചെന്നപ്പം കണ്ടായിരുന്നു അങ്ങനത്തെ ബ്രഷ് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയെ നല്ലപോലെ നമുക്ക് തേക്കാൻ പറ്റും കേട്ടോ. മുടിയൊക്കെ വകഞ്ഞെടുത്താണെങ്കിലും തേക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ മാത്രമേ തേക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ളത് ഞാൻ തേച്ചതാണ്. അതുകൊണ്ട് മുടിക്ക് നരയില്ലാത്തടത്തോട്ട് നമ്മൾ തേച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. പെട്ടെന്ന് നരയ്ക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഞാൻ തലയിലോട്ട് പുരട്ടി. ഇനി ഇത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഇത് കഴുകി കളയത്തുള്ളൂ കേട്ടോ. അന്നത്തേക്ക് തലയിലിട്ട് നല്ലപോലെ ഇന്ന് കളറൊന്ന് പിടിച്ചതിന് ശേഷം. അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഷാമ്പൂ ഇട്ട് നല്ലപോലെ കഴുകണം. ഷാമ്പൂ ഇട്ട് കഴുകിയതിന് ശേഷം വേണം ഇത് തലയിലൊട്ടും എണ്ണമയം വരാൻ പാടില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് തല പിടിക്കത്തില്ല. രണ്ടാമത് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഷാമ്പൂ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. ഇത് തല പറ്റതിന് ശേഷം ഷാമ്പൂ ഉപയോഗിക്കാനും പാടില്ല. അപ്പം ഇതിങ്ങനെ ഇപ്പം നമ്മൾ പുരട്ടി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കഴുകി കളയുക. അപ്പം കഴുകി കളയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് അത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പം തലമുടി കറക്കണമെന്നില്ല. ചെറിയൊരു ഒരു വെളുപ്പൊരിച്ചിരുന്ന് മാറത്തേ ഉള്ളായിരിക്കും. ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇതിനകത്ത്. നമ്മുടെ വെറ്റിലയും കറിവേപ്പിലയും പിന്നെ നെല്ലിക്കാപ്പൊടിയും തേയില വെള്ളവും മാത്രം ചേർത്തുള്ളതാണ്. ഒരു സൈഡ് എഫക്റ്റും വരത്തില്ല, ആർക്കും ഒരു പ്രശ്നവും വരത്തില്ല. അപ്പം ഈ ഹെന്നയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു ഹെന്ന അലർജിയാണ്,
അതിന് പകരമായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാനും ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ. ഓരോരുത്തർ ചെയ്യുന്നത് ഞാൻ കണ്ട് അത് ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ശകലമേ ഉള്ളൂ എനിക്ക് ഇതെടുക്കേണ്ടത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് നീലയാമരിയും എണ്ണയും കൂടെ ചേർത്തുള്ളതാണ്. എനിക്ക് അലർജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് അലർജിയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഞാനിനി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എൻ്റെ തലയൊക്കെ കഴുകിയേച്ച് വരത്തുള്ളൂ. അപ്പം ഞാനതിപ്പം കഴുകിയേച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇൻട്രോ പറയാനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതായിരിക്കും ഞാൻ എൻ്റെ തലമുടിയിൽ ഇത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഹെയർ ഡൈ ആണ്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളിതൊന്ന് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങളിത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ശരിയായില്ലെങ്കിൽ ശരിയായില്ല എന്ന് പറയുന്നത് ബഹളം വെക്കരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചേരേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ചേർക്കണം. അല്ലാതെ ഓരോന്നൊക്കെ എണ്ണയിലൊക്കെ ഇതാക്കിയിട്ട് ഞാനിപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 3/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് 1/2 ഗ്ലാസ് വെള്ളമാക്കി ഞാൻ എടുത്തു. ആ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുറവായിരുന്നു. അത്ര അതിനകത്തോട്ടാണ് ഞാൻ 3 വെറ്റിലയാണ് ഇട്ടത്. 3 വെറ്റില, പിന്നെ 2 ഇതൾ കറിവേപ്പിലയാണ് ഇട്ടത്. പിന്നെ ചേർത്തത് തേയിലപ്പൊടി, 2 സ്പൂൺ തേയിലപ്പൊടിയാണ്. കടുപ്പം നല്ലപോലെ വേണം ചായക്ക്. എന്നാലേ നമുക്ക് അതിനകത്തോട്ട് ഇട്ടാൽ കളറ് കിട്ടുകയുള്ളൂ. എന്നിട്ട് അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വെന്തിട്ട് വേണം അത് അരച്ചെടുക്കാൻ. തണുത്തതിന് ശേഷം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്താലേ നമുക്ക് തലയിൽ തേച്ച് വെട്ടാൻ പറ്റുന്നത്. അരച്ചെടുത്തതിന് ശേഷം 1 ദിവസം വെക്കുക. ഞാൻ വീഡിയോ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നതെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സംശയം പോലെ തോന്നിയിട്ടുണ്ടെങ്കിലോ എന്നോർത്താണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്നിട്ട് ഇത് തലയിൽ പുരട്ടുക. ഷാമ്പൂ ഇട്ട് കഴുകുക. ഷാമ്പൂ ഇട്ട് നല്ലപോലെ കഴുകി തലയിൽ ഒട്ടും എണ്ണമയം പാടില്ല. തലമുടി നല്ലപോലെ കഴിയതിന് ശേഷം ഇത് തലയിൽ പുരട്ടുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കഴുകിക്കളയാം. അപ്പം ഇതങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നൊന്നുമല്ല. എല്ലാവർക്കും പുരട്ടാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ഹെയർ ഡൈ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തലയൊക്കെ കഴുകും. അപ്പം നമുക്ക് ഇൻട്രോ പറയാൻ വരുന്നതിനകത്തായിരിക്കും ഞാൻ എൻ്റെ മുടിയുടെ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.